ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്, 10-ാം തീയതി. അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാളാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വചനഭാഗങ്ങളാണ് ഈ ഞായറാഴ്ച നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ആദ്യത്തെ വായന നോഹയുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി, തുടർന്ന് ചുഴലിക്കാറ്റിൽ ഏലിയ എടുക്കപ്പെടുന്നത്, പിന്നീട് പൗലോസ് ശ്ലീഹ ശരീരത്തിലെ ഉയർപ്പിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം, അവസാനം വിശ്വസിക്കുന്നവർ കർത്താവ് തന്നെ നേരിട്ട് പറയുന്നു, അവർ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായിട്ട് പുറത്തു വരും എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഇതാണ് വചനഭാവം. നമ്മൾ മനസ്സിലിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാം സഭയോടൊത്ത് നീങ്ങുന്നെങ്കിൽ സഭയുടെ ആരാധനയോടൊത്ത് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സഭയുടെ ആരാധനയിൽ ഈശോ മിശിഹ നെളിഞ്ഞു നിൽക്കുകയും ഈശോ മിശിഹായുടെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കുകയും ഈശോയോടൊപ്പം അന്ന് ഞാൻ പലസ്തീനിലായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട. അന്നാകുമായിരുന്നതുപോലെ തന്നെയാണ് ഇന്ന് സഭയിൽ ഈശോയുടെ കൂടെ ആവുക എന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ നാഥൻ നമ്മുടെ ശിഷ്യന്മാരെയൊക്കെ വിശ്വാസത്തെ ഉറപ്പിക്കുകയായിരുന്നു, സ്ഥിരപ്പെടുത്തുകയായിരുന്നു. എത്രയോ സംഭവങ്ങളിലൂടെ നിരാശപ്പെട്ട് വീണ്ടും പഴയ പണിക്ക് പോകാൻ ഒരുങ്ങിയവർ, കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടുന്നില്ല എന്ന് ചോദിച്ച് വീണ്ടും അവിടെ ചെന്ന് അവിടെ കൂടെ ഭക്ഷണത്തിനിരുന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് കൊടുത്തു. എമ്മാവൂസിലേക്ക് ഭയപ്പെട്ടു പോയി ശിഷ്യന്മാരെല്ലാം, ഭയപ്പെട്ട് പേടിച്ച് അരണ്ട് പോയ 2 പേരെ കൂടെ കൂടി നിങ്ങളെന്തിനെക്കുറിച്ചാണ് പറയുന്നത് ചോദിച്ചിട്ട് അവസാനം മോശയിലും പ്രവാചകന്മാരിലും എന്നിൽ നിന്ന് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് ചോദിച്ച് അവരെ വേദപാഠ പഠിപ്പിച്ചിട്ട് അവരുടെ കൂടെ അത്താഴത്തിനിരുന്ന്, അപ്പോൾ അവരുടെ മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ട അപ്പം എടുത്ത് കൈ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആശീർവദിച്ച് പരിശുദ്ധ കുർബാനയാണ്. കർത്താവ് തന്നെ നൽകുന്നത് തൻ്റെ സമാധാനമായിട്ടാണ്. ശ്രാമോഹൻ സമാധാനം പേടിച്ചടച്ചിട്ട് മുറി തുറക്കാതെ അകത്തേക്ക് കടന്നു ചെന്ന ആ സൂക്ഷ്മ ശരീരത്തിന് ഉടമയായിട്ട് തന്ന ഈശോ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഭാഗം. ഇങ്ങനെയല്ലേ ഉയർപ്പ് കഴിഞ്ഞ ഞായറാഴ്ചയിലൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചത് ഇതൊക്കെയാണല്ലോ. അത് കഴിഞ്ഞ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ബഥനിയയിലേക്ക് സമീപത്ത് നിന്നുകൊണ്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് അവർക്ക് കൽപ്പന കൊടുത്തിട്ട് അധികാരം കൊടുത്തു, പോകുവേൻ, ആകാശത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആധികാരികമായ പറഞ്ഞയക്കലാണ്. പോകുവേൻ, സുവിശേഷം അറിയിക്കുവേൻ. അതൊരു മതപരിവർത്തന ഇടപാടൊന്നുമല്ല. ഇത് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്ന മനുഷ്യരക്ഷയ്ക്കായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആ പുത്രനോട് മനുഷ്യനായിട്ട് അവതരിച്ച് തന്നെ ബലിയായിട്ട് നൽകിയിട്ട് മനുഷ്യൻ്റെ പാപബന്ധങ്ങൾ അവനെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ കൊണ്ടുവന്ന കാര്യം എല്ലാ മനുഷ്യരും അറിയാൻ നിങ്ങൾ നിയോഗിച്ചിരിക്കുക, പോയി പറയാൻ. അതിന് നമുക്ക് മാറ്റമൊന്നുമില്ല. കൽപ്പനയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് മതപരിവർത്തന ഇടപാടൊന്നുമല്ല. അത് കർത്താവ് നൽകിയ കൽപ്പനയുടെ അനുസരണമാണ്. അതേ തുടർന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. അതാണ് വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുന്ന സ്വർഗാരോഹണ തിരുനാളെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്നിച്ച് തെളിഞ്ഞു നിൽക്കണം. നല്ലൊരു വിശ്വാസി ആരാധനയിൽ ഈ പറയുന്ന രക്ഷകനീയ സംഭവങ്ങൾ ചരിത്രത്തിലൂടെ അവതരിക്കപ്പെട്ടതും അവിടെ അണിഞ്ഞൊരുങ്ങി വന്നതുമായ സംഭവങ്ങളെ ഓർത്ത് ധ്യാനിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാൻ കഴിയും. അതാണ് യുക്കരിസ്തിയ എന്ന് പറയുന്നത്. ഇതാണ് കുർബാന എന്ന് പറയുന്നത്. ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് സഭയിൽ സംഭവിക്കുന്നത്, ഇപ്പം നമുക്ക് വ്യക്തിപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നേരിട്ട് ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്തി കാട്ടിക്കൊണ്ട് ആ കൂടെ നമ്മുടെ വിലാപങ്ങളും കണ്ണുനീരും നിലവിളി അവിടെ എത്തണം. ഇസ്രായേലിൻ്റെ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന കർത്താവ് ഇറങ്ങി വരും. എൻ്റെ ജീവിതത്തിന് സമാധാനം അവിടുന്ന് മാത്രമാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ആ സമാധാനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് മടി കൂടാതെ ഉത്സാഹപൂർവ്വം ഉണർവോടുകൂടി ജീവിതം മുഴുവൻ അവസാനം വരെയും അവിടുത്തെ കരങ്ങളിലാണ് പോകേണ്ട, ചെല്ലാണ്ട് അങ്ങോട്ടാണ് കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഒരുക്കമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയും അഭിലാഷവുമായിട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും താല്പര്യത്തോടും കൂടി വചനത്തിലേക്ക് തിരിയാനും വചനത്തിൻ്റെ പൂർണ്ണ ആവിഷ്കാരമായ പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ
നമ്മുടെ ജീവിതം സാർത്ഥകമായി. പിന്നെ നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിളിക്കുമ്പോൾ പോകുന്നു. മരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണം പോലെ തന്നെയാണ് നമ്മുടെ മരണം. അതവിടെ പറയാൻ പോകുന്നത് തന്നെയാണ്. ആ മരിച്ചവരിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉയർപ്പിച്ചുവെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ ഉയർപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ആളുകൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മരിച്ചുപോയി എന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഭൗതികമായ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ സങ്കടം വരും. അപ്പം മരിച്ചാൽ സങ്കടം വരാത്ത ആർക്കാവുള്ളൂ? അമ്മ മരിച്ചാൽ സങ്കടം വരാത്ത ആർക്കാവുള്ളൂ? സങ്കടം വരും. പക്ഷേ അവർ കാര്യം ഓർക്കണം, അവർ മരിച്ചു പോവുകയല്ല, അവർ തിരിച്ചു പോവുകയാണ്. അവരെ ഏൽപ്പിച്ച് ജോലി തീർത്തിട്ട് അവർ തിരിച്ചു പോവുക ഈശോയുടെ പക്കലേക്ക്. ആ തിരിച്ചു പോകാനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഘോഷമായ മൃതസംസ്കാരം നടത്തുന്നത്. എത്ര മനോഹരമായിട്ട് നമ്മൾ മൃതസംസ്കാര ചടങ്ങുകൾ എന്ന് പറയുന്നത്. അത് മുഴുവൻ ദുഃഖത്തിൻ്റെ ഒന്നും അല്ലത്, നിരാശയുടേതല്ലത്, അത് ചുമ്മാ കണ്ണുനീരിൻ്റെ ഒന്നും അല്ലത്. അത് മഹത്വപ്രവേശനത്തിൻ്റെ മഹനീയമായിട്ടുള്ള ആഘോഷമായിട്ടാണ് മൃതസംസ്കാരത്തെ സഭ വിഭാവനം ചെയ്യുക. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്ന ഭാഗങ്ങൾക്കും ധ്യാന വിഷയമാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വചനത്തിലേക്ക് നോക്കില്ല. ആദ്യം തന്നെ ഉടമ്പടിയാണ്. മനുഷ്യനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ആദ്യ ഭാഗം, ആദ്യത്തെ ഉടമ്പടിയാണ് നോഹയുടെ ഉടമ്പടി. അതിൻ്റെ കണ്ടന്റ് ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. എന്താ അത്? ഇനി മേലിൽ ഞാൻ ജലപ്രളയം കൊണ്ട് മനുഷ്യരെ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് ആ ഉടമ്പടി അടയാളമായിട്ട് മഴവില്ല് കാണുമ്പോൾ ഞാൻ അനുസ്മരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഈ ഹെബ്രായ പദത്തിനൊക്കെ പ്രത്യേക അർത്ഥമുണ്ട്. അബ്രഹാമിന് ദൈവം ഓർത്തു. എപ്പോഴാണ്? സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ രക്ഷിച്ചു. എൻ്റെ ഓർമ്മയ്ക്കാട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മയത്? ചുമ്മാ പഴയ കാര്യങ്ങൾ അന്ന് നടന്ന പെസഹവ്യാഴാഴ്ച നടന്ന കാര്യം ഓർക്കാനല്ലേ പറയുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ, എൻ്റെ രക്ഷ അനുഭവിക്കാൻ ചെയ്യാനായി പറയുന്നു. എൻ്റെ രക്ഷ അനുഭവിക്കാൻ ചെയ്യുക. അതുകൊണ്ട് ആ ഉടമ്പടി ആദ്യ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെക്കുറിച്ചാണ് ആദ്യം വായിച്ചു കേൾക്കുന്നത്. ഉൽപ്പത്തി 9:8 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണ്. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടി എന്നത് ആ വാസ്തവത്തിൽ ഇതൊരു വാഗ്ദാനം. വാസ്തവത്തിൽ ഈ മനുഷ്യനെ ഒന്നും അങ്ങോട്ട് ചെയ്യേണ്ട, ഇത് നിരുപാധികമായ ഉടമ്പടി കർത്താവ് ഇങ്ങോട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദാനമാണ്. അതോടൊപ്പം നിങ്ങളുടെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവജാലങ്ങളായ സകലതിനോടും, ഇപ്പോൾ കോസ്മിക്കായത്, സകലതിനോടും പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇപ്പം തമ്പുരാൻ്റെ ഈ ഉടമ്പടിയിലെ പ്രപഞ്ചം നിൽക്കുന്നത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ്. ഇനി ജലപ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്ന്. മനുഷ്യൻ്റെ ചിന്ത എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവൻ ജഡമാണ്, അവൻ്റെ ചിന്തകൾ മലീമസമാണ്. അവനെ സൃഷ്ടിച്ച ദൈവം പരിതപിച്ചു. അതിന് ഞാൻ ഇവനെ ഭൂമുഖത്ത് ഉന്മൂലനം ചെയ്യും. ആറാധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ ശിക്ഷയായിട്ട് ജലപ്രളയം അവിടെ നിന്ന് അനുവദിച്ചത്. അപ്പം ഇനി ഒരിക്കലും വെള്ളം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്നള്ളി ചെയ്യും, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളുടെ സകല ജീവജാലങ്ങളുടെ മേൽ ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയിലുള്ള എൻ്റെ ഉടമ്പടിയുടെ അടയാളമായ മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. അവിടെ ഒരു വില്ല് കാണുന്നതല്ല അതിൻ്റെ സംഗതി. എന്നാൽ കർത്താവിൻ്റെ രക്ഷയുടെ അടയാളം എന്ന നിലയിൽ നാം ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഇത് അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ അനുസ്മരണമായ ഏറ്റവും സംഗതി, രക്ഷ പങ്കുവയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ഥാപിക്കുന്നു, ഞാൻ ഭൂമിയിലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും, നിങ്ങളും സർവ്വജീവജാലങ്ങളുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയുടെ അടയാളമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് മുമ്പിൽ കാണുക. സർവ്വജീവജാലങ്ങളെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. അപ്പോൾ അതൊരു കോസ്മിക് കവനൻ്റാണ്. നമ്മുടെ ദൈവം വെളിപാടിൻ്റെ ദൈവമാണ്. ഇപ്പോൾ ഓർത്തോണം, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു സംഗതി, മനുഷ്യനാരും കണ്ടുപിടിച്ച് പ്രത്യയശാസ്ത്രത്തിന് പുറകെ അല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രത്തിന് പുറകെ പോയവരൊക്കെ നിരാശപ്പെട്ടില്ലേ? മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമാണ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നുള്ള രാജഭരണങ്ങൾ, അതുപോലെ സമ്രാട്ടങ്ങളുടെ പോക്ക്, എന്തൊക്കെയായിരുന്നു നെപ്പോളിയൻ്റെ ഘട്ടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്.
അത് എന്തൊരു രാജഭരണങ്ങളാണ്. അതുകൊണ്ടല്ലേ ജനാധിപത്യം എന്ന പ്രത്യയശാസ്ത്രമല്ലേ. നിരാശയിലെ ആൾക്കാർക്ക് അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നില്ലേ, ഇപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു, എല്ലാം ഞങ്ങൾ ശരിയാക്കുമെന്ന് പറയും. വന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശരായപ്പോൾ എത്രയോ ആൾക്കാരുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് മനുഷ്യരിലല്ല, ഇത് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിലാണ് അടിയുറയ്ക്കുന്നത്. അവിടെ മനുഷ്യർ ദുർബലരാണ്, ബലഹീനരാണ്. മനുഷ്യരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാവും, അനീതി ഉണ്ടാവും. അത് പരിഹരിക്കപ്പെടുന്നത് കാലക്രമം ദൈവത്തിൻ്റെ കരുതലിലൂടെയും ശാസനയിലൂടെയുമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉടമ്പടി എന്ന കാര്യം നമ്മൾ ആദ്യമേ ധരിച്ചിരിക്കണം. ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിയുടെ ആദ്യ ഘട്ടമാണ് നോഹയുമായി ഉടമ്പടി. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? നോഹയുടെ പുത്രന്മാരുണ്ട്, അതെല്ലാം ഇവർ വഴി എല്ലാം ഭൂമുഖങ്ങളെയും ഭൂമുഖത്തുള്ള സർവ്വരെയുമായിട്ടുള്ള ഉടമ്പടിയായിട്ട് ദൈവം കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനായിട്ട്. അപ്പം നമ്മുടെ ദൈവം പ്രപഞ്ചനാഥനാണ്, ഒരിടത്ത് നിൽക്കുന്നയാളല്ല, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. അപ്പം അതുകൊണ്ട് ഉടമ്പടി നിർവഹിക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൻ്റെ അവകാശികളെ, പങ്കുകാരുണ്ട്, അത് നമ്മളാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ തമ്പുരാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നിരുപാധികമായ ഉടമ്പടിയാണ്. അതിന് വെച്ചിരിക്കുന്നത് അനുഗ്രഹമാണ്. അവിടുത്തോട് വിശ്വസ്തത പാലിക്കണം. വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്, അത് ശാപമാണ്. അപ്പം അതുകൊണ്ട് അത് അടയാളമാണ്. മുൻകൈ എടുക്കുന്ന ഉടമ്പടിയിൽ, കവനൻ്റിൽ മുൻകൈ എടുക്കുന്നത് എപ്പോഴും ദൈവമാണ്. നമുക്കറിയാം, വലിയ ഉടമ്പടി സീനായിൽ വെച്ച് നടന്നതാണ്. 10 കൽപ്പന നൽകിയതാണ് വലിയ ഉടമ്പടി എന്ന് പറയും. ആ ഉടമ്പടി പറയുന്നത് മുഴുവൻ എപ്പോഴും അന്ന് നിലനിന്നിരുന്ന സുസറൈൻഡി ട്രീറ്റീസ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ ഉടമ്പടിയുടെ രൂപത്തിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സുസറൈൻഡി ട്രീറ്റീസ് എന്നതിന് പറയാറുണ്ട്. ഉടമ്പടി നടത്തുന്നയാൾ, അതിൻ്റെ പ്രധാനയാൾ, ഉടമ്പടി സ്വീകരിക്കുന്നയാൾ, പിന്നെ അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ സ്റ്റിപ്പുലേഷൻസ്, അതുകൂടാതെ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ, അത് പാലിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം, ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ഘടനയെന്ന് പറയും. അന്ന് പണ്ടേ ആ ഘടന ഉണ്ടായിരുന്നു. ആ ഘടനയിലൂടെയാണ് 10 കൽപ്പനകൾ നമുക്ക് തന്നത്. വാസ്തവത്തിൽ ഒരു കൽപ്പനയേ ഉള്ളൂ. എന്താണ്? ഞാൻ സ്നേഹമാണ്, അത് നിങ്ങളും സ്നേഹിക്കണം. ഇതേയുള്ള അടിസ്ഥാനം. അത് 10 തിരിച്ചു വെച്ചു. ദൈവത്തെ സ്നേഹിക്കാം, മനുഷ്യനെ സ്നേഹിക്കാം. അതാണ് സീനായ് ഉടമ്പടി എന്ന് പറയും. ആ ഉടമ്പടിയാണ് പിന്നീട് ഹൃദയത്തിലെഴുതപ്പെട്ട ഉടമ്പടി ഉണ്ടാകുമെന്ന് ജെറമ്യ പ്രവാചകൻ അല്ലെങ്കിൽ എസെക്കിയ പ്രവാചകൻ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞത്. ഹൃദയത്തിലെഴുതിയ ഒരു ഉടമ്പടി ഉണ്ടാവും. സ്ഥിരാഹൃദയം ഞാൻ എടുത്തു മാറ്റും, അവിടെ ഒരു മാംസള ഹൃദയം സ്ഥാപിക്കും, അവിടെ ഞാൻ ഉടമ്പടി ഉണ്ടാകും. ആ ഉടമ്പടി കൽപ്പലകൾ എഴുതിയായിരിക്കില്ല, പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്ന പുതിയ ഉടമ്പടിയുടെ മക്കളാണ് നമ്മൾ. അതെന്താണ് പുതിയ ഉടമ്പടി? കാൽവരിയിലെ ഉടമ്പടിയാണ്. അതെന്താ വേണ്ടത്? നമുക്ക് ആമേൻ പറഞ്ഞാൽ മതി, നമ്മൾ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് കിട്ടുന്ന കൃപയാണ്. അപ്പം നമ്മളാരാ? കൃപയുടെ മക്കളാണ്. നിയമത്തിൻ്റെ മക്കളല്ല, കൽപ്പനയുടെ മക്കളല്ല, കൃപയുടെ മക്കളാണ്. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ പറയുന്നത് ഏകപക്ഷീയമാണ്, വാഗ്ദാനമാണ്, സാർവത്രികമാണ്. അതുകൂടാതെ തന്നെ ഇത് കോസ്മിക്കാണ്, പ്രാപഞ്ചികമാണ്. അതുകൊണ്ട് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. നിലനിൽപ്പേ ആൾക്ക് ഉത്കണ്ഠയില്ലേ, ഭയമില്ലേ? ഈ രാജ്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ എല്ലാവർക്കും ഭയങ്കരമായ ചൂടിൻ്റെ അവസ്ഥ അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഇങ്ങനെ കത്തി ഉരുകി ജ്വലിച്ചു പോകുന്ന ഈ താപം അങ്ങ് വർദ്ധിച്ച് ആവാൻ ചെന്ന് എവിടെ പോയി നിൽക്കാൻ പേടിക്കില്ല ആൾക്കാർ. ഇത് ഉരുകി പോകുമോ ഈ പ്രപഞ്ചമൊക്കെ ചിന്തിക്കുന്നില്ലേ? ഇതെന്താ സംഭവിക്കാൻ വന്ന അടുത്ത ഘട്ടത്തിൽ? പ്രപഞ്ചത്തിൽ നടക്കുന്ന എന്താ? നമ്മൾ എന്തുണ്ട്? ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റും ഈ പ്രപഞ്ചം നടക്കുന്നത് എന്താണ്? അപ്പോൾ മനുഷ്യൻ എന്തറിയുന്നു? ദൈവത്തിന് അനന്തമജ്ഞാനം അവർണ്ണനീയം, ഈ ലോകോളം തിരിയുന്ന മാർഗം. അതിലെങ്ങാണ്ടടുത്ത് മനുഷ്യൻ എന്തറിയുന്നു? കവി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക്. പക്ഷേ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അടിത്തറ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത്, എന്നിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അനുസ്മരണമാണ് മഴവില്ലെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ദൈവം ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പരസ്പര സംരക്ഷണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പോലെ നിങ്ങൾ പരസ്പരം സംരക്ഷണം നൽകാൻ തയ്യാറാവണം. ഞാൻ സ്നേഹമല്ലേ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കണ്ടേ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണ്ടേ? ആ സ്നേഹത്തിലാണ് നിലനിൽപ്പെന്നുണ്ടാകുന്നത്. പലപ്പോഴും എന്താ നിലനിൽപ്പ് അപകടത്തിലാകുന്നത്? ശത്രുതയിലൂടെയാണ്. ശത്രുത വരുമ്പം തകരുക, ശത്രുത ഉണ്ടാക്കുന്നവനും തകരുകയാണ്, ശത്രുതയെ പ്രയോഗിക്കുന്നതും തകരുക, രണ്ടും തകരുക. ഇത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കും? തകർച്ച തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ദൈവസന്നിധിയിലും ദൈവത്തിനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അത് മനുഷ്യനെതിരെയാണെന്ന കാര്യം ഓർക്കണം. മനുഷ്യനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിനെതിരെയാണ്, ദൈവത്തിനെതിരെ ചെയ്യുന്ന കാര്യം മനുഷ്യനെതിരെയാണ്. ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും പരിപാലനയുമാണ്, അവിടുത്തെ വിശ്വസ്തനാണ്. അതാണ് ഈ വായനയോട് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന സന്ദേശം. നമ്മുടെ ദൈവം കരുണയാണ്. വേദപുസ്തകത്തിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ: കരുണ, കരുണ, കരുണ. ഒന്ന് കരുണാശീലനാണ്, ഒന്ന് സ്നേഹസമ്പന്നനാണ്, അവൻ കോപിക്കുന്ന വിമുഖനാണ്,
അവനാരും തലമുറകൾ ക്ഷമിക്കുന്നവനാണ്. കരുണയാണ് നമ്മുടെ ദൈവം. പിന്നെയും പറയാവുന്ന എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ അവിശ്വസ്തതയാണ്, വിശ്വസ്തനല്ലാത്ത മനുഷ്യൻ. നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? രാജാക്കന്മാർ രണ്ടാമത്തെ പുസ്തകത്തിന് 2:1 ഉള്ള വാക്യങ്ങൾ 1:15 വരെ ഏലിയ എടുക്കപ്പെടുന്ന, നമ്മുടെ എലീശ പ്രവാചകന്മാർ ആദ്യത്തെ പ്രവാചകർ, ഒന്നും എഴുതിയിട്ടുള്ള പ്രവാചകന്മാരല്ല, അത് ശക്തനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ആ പ്രവാചകനെക്കുറിച്ച് അറിയാൻ പാടാത്ത ആരാ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇത്രയും അല്ലെ ഭയങ്കരമായ വിഗ്രഹാരാധന കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ജസ്വേ രാജ്ഞിയുടെ സ്വാധീനത്തിൽ ആഹാബ് രാജ വിഗ്രഹാരാധനയ്ക്ക് വിധേയനായപ്പോൾ ആകെ ഈ രാജ്യം മുഴുവൻ യഹോവയെ മറന്നിട്ട് മുഴുവൻ വിഗ്രഹത്തെ സ്ഥാപിച്ചിട്ട് ബാൽദേവനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ ഒറ്റയാൾ പട്ടണത്തോട് കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, 3 വർഷത്തേക്ക് ഇവിടെ മഴ ഞാൻ നിരോധിച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്നാണ് പറയും. 3 വർഷത്തേക്ക് മഴ പെയ്തില്ല, വരണ്ടുണങ്ങി. ആലോചിച്ച് നോക്കി, നമുക്ക് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നു, മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. മഴ കുറേ കാലത്ത് ഈ ഒരു സീസൺ ഇല്ലാണ്ട് വരികയെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യും നമ്മൾ? അങ്ങനെയാണെങ്കിൽ 3 വർഷം മഴ പെയ്യായിരുന്നപ്പോൾ ഇസ്രായേൽ എന്ന് സംഭവിച്ചേ? ഭയങ്കര വരൾച്ചയുണ്ട്. എവിടെ ഈ പ്രവാചകൻ എന്ന് അന്വേഷിച്ചു. പ്രവാചകൻ ചെന്നപ്പോൾ അത് നേരെ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ഇപ്പം ബാൽദേവൻ്റെ പുരോഗതിനുമായിട്ട് നേരെ കാർമൽ മലയുടെ മുകളിലേക്ക് വരുകയും ഞാനും വരാം, എന്നിട്ട് അവർ ബലിയർപ്പിക്കട്ടെ. ദൈവം സ്വീകരിക്കുന്ന അടയാളം, അഗ്നി ഇറങ്ങി ബലി സ്വീകരിക്കുന്നു. ദൈവം സ്വീകരിക്കുന്നുവെങ്കിൽ, അവരുടെ ബലി സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ അവരെ ആരാധിക്കാം. അല്ല, എൻ്റെ ബലി സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ആരാധിക്കണം. നമുക്കറിയാം, ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാർമൽ മലയുടെ മുകളിൽ ചെന്ന് ബലിയർപ്പണത്തിനുള്ള കൊട്ടച്ചട്ടങ്ങൾ ഒരുക്കി 500-ലധികം ബാൽ പുരോഹിതന്മാർ കടന്നു വന്നിട്ട് ഭയങ്കരമായ രീതിയിൽ ബലിയർപ്പണ വേദികൾ ഉണ്ടാക്കി അവരവസാനം എല്ലാം ആ ബലിവസ്തു വെച്ചിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ബാൽ ദേവായി ഇറങ്ങി വരിക. ഏലി പറഞ്ഞു, ഉറക്ക വിളിക്കുക. ഒരു പക്ഷേ ഉറങ്ങിയായിരിക്കും. വീണ്ടും പറഞ്ഞില്ല, ഉറക്ക വിളിക്കുക. അതൊക്കെ അദ്ദേഹം പ്രഥമ കാര്യങ്ങൾക്കായിട്ട് ബാത്റൂമിൽ പോയിരിക്കുകയായിരിക്കും, അതുകൊണ്ട് ഉറക്ക വിളിക്കുക എന്ന് പറഞ്ഞ് അവസാനം പരിഹരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഞാൻ ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 12 കല്ലുകളെടുത്തു. 12 ഗോത്രങ്ങളുടെ പ്രതീകമാണ്, ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. 12 കല്ലുകളെടുത്തോടെ ബലിപീഠം പണിതു. ബലിപീഠം ഉണ്ടാക്കുന്ന മുകളിൽ വിറകുകൾ വെച്ചു. 7 കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ട് ആ വിറക് മുഴുവൻ നനച്ചു, അതിൻ്റെ ഊരുകളും നനച്ചു. അതിനുശേഷം അദ്ദേഹം കണ്ണുകൾ ഉയർത്തി, യഹോവയോ ദൈവമേ, നീ ജീവിച്ചിരിക്കുന്നു അറിയാൻ, നീ മനുഷ്യറിയാൻ വേണ്ടി ഈ ബലിവസ്തു സ്വീകരിക്കാൻ പറയുമ്പോൾ അഗ്നി ഇറങ്ങി കത്തിച്ച് ചാരമാക്കി ബലിവസ്തു സ്വീകരിക്കപ്പെട്ടു. തല്ലേ സംഭവത്താണ് ഏലി. എന്നിട്ട് ആ ഏലിയ പ്രവാചകനെ വധിക്കാനായിട്ട് കൽപ്പനയുടെ ജോബേരാജ് 24 മണിക്കൂറിൻ്റെ കഴുത്ത് തല കാണലെന്ന് പറഞ്ഞ് മാനുഷികമായിട്ട് ഭയപ്പെട്ട് ഓടി. എങ്ങോട്ട് ഓടിയത്? ഹോറേബ് മലയിലേക്ക്, ദൈവിക വെളിപാടിൻ്റെ ഉറവിടത്തിലേക്കാണ് ഓടിയത്. പോയ വഴിക്ക് ദൈവം തന്നെ ഭക്ഷണം കൊടുത്തു, കിടന്നുറങ്ങി വീണ്ടും പോയി. ഇതാണ് ഈ പ്രവാചകൻ. ബാക്കി കാര്യങ്ങൾ വായിക്കാം, നമുക്ക് പഠിക്കാം, നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഏലി പ്രവാചകൻ എങ്ങനെയാണ് പോകുന്നത്? അദ്ദേഹത്തെ ശുശ്രൂഷനാണ് എലീശ. അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തൻ്റെ ആ അരുമ ശിഷ്യന് ഒരു പരിശീലനം കൊടുക്കുന്ന കാരണം, ഇയാൾ വിശ്വസ്തമായിട്ട് നിൽക്കുമോ? 2-3 ഘട്ടങ്ങൾ പരീക്ഷണം. അദ്ദേഹം ഗിൽഗാലിൽ വെച്ച് പറഞ്ഞു, ദൈവം എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുക, നീ ഇവിടെ നിൽക്കാൻ പറയും. അദ്ദേഹം ഇല്ലില്ല, അങ്ങാണ് യഹോവയാണ്, ഞാൻ നിൽക്കില്ല, ഞാൻ അങ്ങ് എവിടെ പോകുന്നു അങ്ങനെ കൂടെ ഞാൻ വരും. ബേഥേലിൽ ചെന്ന് കഴിഞ്ഞപ്പം അത് ഉടനെ പറഞ്ഞു, ദൈവം എന്നോട് അങ്ങോട്ട് ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയാണ്, ഞാൻ അങ്ങോട്ട് കൂടെ വരുമെന്ന് പറഞ്ഞു. അവസാനം എന്നാ ചെയ്തു? ജെറീക്കോയിൽ ചെന്നപ്പം പറയുന്നു, എന്നെ ദൈവം യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വസ്തനായ ആൾ പറയില്ല, അങ്ങയുടെ കൂടെ അങ്ങ് പിരിഞ്ഞിട്ട് ഒരോ ഞാനങ്ങ് വരും. അവസാനം യോർദാന്റെ തീരത്ത് വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അങ്കിയെടുത്ത് വെള്ളത്തിലടിച്ച് വെള്ളനുണ്ടായിട്ട് മാറി അക്കരെ കിടന്നു. പുറപ്പാട് സംഭവം അനുസ്മരിപ്പിക്കുക. അക്കരെ കിടന്ന് കഴിഞ്ഞപ്പോൾ അവസാനം എന്നാ സംഭവിച്ച്? നിനക്ക് നീ എന്നാ വേണ്ടി? അങ്ങയുടെ ശക്തിയുടെ 2 പങ്ക് എനിക്ക് വേണമെന്ന് പറയും. അത് വളരെ കട്ടിയാണല്ലോ മോനെ, ഒരു കാര്യം ചെയ്യ്, ഞാൻ എടുക്കപ്പെടുന്നു, നീ കാണുക നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏകാഗ്രത പരീക്ഷിക്കപ്പെടുകയാണ്. വിശ്വസ്തത പരീക്ഷിക്കപ്പെട്ടു, ഏകാഗ്രത പരീക്ഷിക്കപ്പെട്ടു. വളരെ കൃത്യമായിട്ട് അത് എടുക്കപ്പെട്ടതും കണ്ടപ്പോൾ എൻ്റെ ആ അങ്കി അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി. കാരണം പ്രവാചക വരം ഇങ്ങോട്ട് വന്നു. തിരിച്ചു വന്ന ആ അങ്കി കൊണ്ട് വെള്ളത്തെ അടിച്ചു കഴിയുമ്പോൾ 2 വെള്ളം കൊണ്ട് അതിനോട് ഇക്കരെ കടന്നു. ഇതാണ് സംഭവം എന്ന് പറയും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രവാചകന് നമ്മൾ നിലവിളിച്ച് കഴിയുമ്പം തിരിച്ച് വരും നമ്മുടെ അഭയത്തിനായിട്ട് യഹൂദൻ വിശ്വസിച്ചിരുന്നു. അവസാനം കർത്താവ് രണ്ടാമത്തെ വരുന്നതിന് മുമ്പ് ഏലി പ്രവാചകൻ വരും എന്നുള്ള വിശ്വാസമുണ്ട്. മിക്ക പ്രവാചകൻ മുൻകൂട്ടി അത് പറഞ്ഞു, അത് ഏലി ലോകാവസാനം മുമ്പ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയധികം വിശ്വാസം, ആ വിശ്വാസമല്ലേ താബോർ മലയിൽ വെച്ച് അവിടെ മോശയും ഏലിയും
അതുപോലെ ഈശോയും കണ്ടപ്പോൾ പത്രോസ് പറയുമ്പോൾ 3 കൂടാരം ഉണ്ടാക്കാമെന്നോ, ഏലിയാസിലോ മൂശക്കാലം അനുസ്മരിക്കുന്നു. നമുക്ക് ഈ വചനഭാഗത്ത് ഇന്ന് കിട്ടിയ വചനഭാഗത്തേക്ക് നോക്കാം. കർത്താവ് ഏലിയായ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റെടുക്കുവാൻ സമയമായപ്പോൾ, നോക്കണം പ്രധാനപ്പെട്ട കാര്യം, സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഗിൽഗാൽ എന്ന് പറയുന്ന, നമുക്ക് ഒരു ഗിൽഗാലിനറിയാം, അതായത് ദൈവജനം യോർദാൻ നദി കടന്ന് ഇക്കരെ കടന്ന് ഉടനെ കാണുന്നത് ഗിൽഗാലാണ്. ഗിൽഗാലിൽ വെച്ചാണ് പോയി യോർദാനിൽ നിന്ന് 12 കല്ലെടുത്തുകൊണ്ട് നാട്ടാൻ പറയും. ആ ഗിൽഗാൽ അല്ലിത്, ഇത് വേറൊരു ഗിൽഗാലാണ്. അതായത് വളരെ കൃത്യമായി നമുക്ക് പിന്നീട് പറയാം. ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേലിൽ അയച്ചിരിക്കുന്നു. എന്നാൽ എലീശ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടു മാറില്ല. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എലീഷായോട് പറഞ്ഞു, കർത്താവ് നിൻ്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം. നിശബ്ദനായിരിക്കുമെന്ന്. എടുക്കുമെന്നറിയാം, ആഘോഷപൂർവ്വം പറഞ്ഞ് അയക്കാനല്ല പറഞ്ഞാൽ, എടുക്കുമെന്നറിയാം. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിശബ്ദരായിരിക്കുക. നിശബ്ദതയിലാണ് ദൈവ ഇടപെടൽ കണ്ടെത്താൻ പറ്റുക, ഏകാന്തതയിലും നിശബ്ദതയിലും. അതുകൊണ്ട് ആ പ്രവാചക ഗണം, അതായത് ഏലിയുടെ ശിഷ്യഗണമാണ് ഈ പ്രവാചക ഗണം എന്ന് പറയും. അവരോട് പറയുക, നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട, നിശബ്ദമായിരിക്കും, ഏകാഗ്രയായിരിക്കും. അത് എലീഷ പറയും, നിശബ്ദനായിരിക്കുകയും. എലീഷായിട്ട് പറഞ്ഞു, കർത്താവിനെ ജെറീക്കോയിലേക്ക് അയക്കുന്നു. അവൻ പ്രതിഭയിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോയിലുണ്ടാകുന്ന പ്രവാചകർ എലീഷായിട്ട് പറഞ്ഞു, കർത്താവ് നിൻ്റെ യജമാനെ നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം. നിശബ്ദരായിരിക്കും. അവിടെ തന്നെ ആവർത്തിക്കുക. 3 പ്രാവശ്യം പറയുന്നുണ്ട് നിശബ്ദരായിരിക്കാം. അപ്പം നിശബ്ദത നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എന്തൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഏകാന്തതയിൽ കർത്താവിനോട് സംഭാഷിക്കേണ്ട ആ സമയത്തിന് വലിയ അർത്ഥമുണ്ട്. നാം മനസ്സിലാക്കണം. അത് വളരെ ശക്തി പകർന്നൊരിക്കൽ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയെ കാണാൻ ലോകത്തിൻ്റെ പ്രമുഖ രാജ്യങ്ങളിലെ വലിയ അധികാരികളൊരിക്കൽ വന്നു. പാപ്പാച്ച പ്രൈവറ്റ് പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പം അങ്ങോട്ട് കടന്നില്ലാൻ പാടില്ല നിയമമുണ്ട്. അപ്പോൾ ആ പറയുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സെക്രട്ടറി ഗാർഡനിൽ ഇവരെല്ലാം സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ട് ഈ പാപ്പാട് നിന്ന് പറയണം, വന്നിരിക്കുന്ന ആരാ? അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടീഷ് രാജ്യങ്ങളുടെ ആൾക്കാരൊക്കെ. വലിയ ഗൗരവമായ കാര്യത്തിന് പാപ്പായുടെ ഉപദേശം നേടാൻ വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കുറേ നേരത്ത് നിന്ന് കഴിയുമ്പോൾ പേടി അങ്ങോട്ട് ചെല്ലാൻ പാപ്പാര് പറയാൻ, കാരണം പ്രാർത്ഥനാനിരതനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് അവസാനം പുള്ളി തട്ടിക്കരിങ്ങ് ചെന്നു. ചെന്ന് കഴിയുമ്പോൾ പറയും, എ വെരി സീരിയസ് പ്രോബ്ലം. വാട്ട് പ്രോബ്ലം? These people are there, the head of the state of the United States and also the Queen of Britain. It is very serious? Yes, very serious. Then I must pray every 15 minutes more. ഇതാണ് മറുപടി പറയും. അത് ഗൗരവമാണ് എങ്കിൽ ഞാൻ 15 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് കണ്ടോ? ജീവിത പ്രശ്നങ്ങളെ നേരിടുന്ന രീതി കണ്ടില്ലേ? അത് ഗൗരവമാണെങ്കിൽ ഐ മസ്റ്റ് ബി ഹിയർ ഇൻ സൈലൻസ് വിത്ത് ദ ലോർഡ് 15 മിനിറ്റ്സ് മോർ എന്നവർ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ യജമാനിൽ നിന്ന് നിങ്ങൾ എടുക്കുമെന്ന് നിനക്കറിയാമോ? പറഞ്ഞു, ഉവ്വ്. നിശബ്ദരായിരിക്കുവാൻ അനന്തര എലീഷായിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കുക, കർത്താവ് യോർദാനിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെ അങ്ങയും സാക്ഷി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടു മാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും യോർദാന് സമീപം എത്തിയപ്പം പ്രവാചക ഗണം വീണ്ടും 50 പേർ അല്പം അകലെ നിന്നു. ഏരിയ എന്നാ പറയുന്നത്? ഉടനെ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം 2ആയിട്ട് മാറി. ഇരുവരും അക്കരെ എത്തി. എങ്ങനെ അക്കരെ കടന്നു? മറുകര എത്തിയപ്പോൾ എലീഷായോട് പറഞ്ഞു, എന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് തരേണ്ടത്? ഇതാണ് ചോദ്യം. ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്താണ് തരേണ്ടത്? ഇത് കുറേ ഭംഗിയായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ, കാവ്യാത്മകമായ രീതിയിൽ, അലങ്കാര രീതി അവതരിപ്പിച്ചിരിക്കുക. എടുക്കപ്പെടുന്ന കേട്ടണം വരാൻ പോകുന്നത് എന്താണ് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഭയങ്കരമായ ഒരു സംഭവം നടക്കുന്ന പോലെ അവിടെ പറഞ്ഞു വെച്ചിരിക്കും. അഗ്നിരഥത്തിൽ വന്ന് അശ്വാന്മാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടണം. ഉടനെ പറയാം, എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമാണ് ഈ കാര്യം നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. കാണുന്നില്ലെങ്കിൽ ലഭിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? കോൺസെൻട്രേറ്റ് ഓൺ മീ. നീ ഏകാഗ്രതയോടെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ശക്തി ലഭിക്കും. ഏയാരുടെ ശക്തി ലഭിക്കും. ഏയാരുടെ ശക്തി പ്രവാചക ശക്തിയാണ്, ആത്മാവിൻ്റെ ശക്തിയാണ്. ആഗ്നേയ അശ്വങ്ങളും, ഉടനെ ആഗ്നേയ രഥവും കണ്ട, ആഗ്നേയ അശ്വങ്ങൾ, ആഗ്നേയ കുതിര, ആഗ്നേയ രഥവും അവരെ വേർപെടുത്തി പറയുന്നത് ഒരു ആലങ്കാരിക ഭാഷയാണ്. ഇത് അവരുടെ ആത്മാവിൽ നടക്കുന്ന സംഭവങ്ങളെ മനുഷ്യന് മനസ്സിലാക്കി ആവിഷ്കരിച്ചിരിക്കുക.
അദ്ദേഹം മരിച്ചു എന്നുള്ളത് മാത്രമാണ് എടുക്കപ്പെടുന്നത്. ജീവനോടെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആലങ്കാരികമായ ഭാഷയാണ്. അദ്ദേഹം എടുക്കപ്പെടുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞ് ഒരുക്കുക. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ചുഴലിക്കാറ്റുണ്ടായെന്ന് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആത്മാവിൻ്റെ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എലീശ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല, അവൻ വസ്ത്രം കീറി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഭാഗം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വിശദീകരിച്ച് നൽകിയതാണ്. അതിന് പിൻപിലെ സന്ദേശം എന്താ? ശക്തമായ സന്ദേശമല്ലേ? അതായത് ആ പ്രവാചകൻ, ദൈവം വിറ്റ പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവം തിരിച്ചു വിളിക്കുക. അപ്പോൾ കർത്താവ് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നോക്കുകയാണ്, ഇതാ യഹോവ ദൈവത്തിൻ്റെ കർത്താവ് എവിടെയെന്ന് ചോദിച്ചതിൻ്റെ അങ്ങേ ഇങ്ങനെ നിലത്തടിച്ചപ്പോൾ എലീശ വന്നു കഴിയുമ്പോൾ അവിടെ വെള്ളം രണ്ടായിട്ട് മാറി. അപ്പോൾ പ്രവാചകണത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യത്വം കിട്ടിയിരിക്കും, കൈമാറ്റപ്പെട്ടിരിക്കുന്നു. ഏലിയയുടെ ആത്മാവിനെ അവർ വണങ്ങി. അപ്പം സമയമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു നിമിഷമുണ്ട്, കർത്താവ് ഈ സമയമായി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ക്രോണോളജിക്കൽ ടൈം. സമയമായി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രക്ഷയുടെ നിമിഷമായി എന്നതിൻ്റെ അർത്ഥം. കാനായിലെ കല്യാണത്തിലെത്തി പറഞ്ഞത് എൻ്റെ സമയം സമാഗതമായിട്ടില്ല. പീഡാനുഭവത്തിൽ തൊട്ടുമ്പോൾ പറഞ്ഞു എൻ്റെ സമയം സമാഗതമായി. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട സമയമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ദൗത്യം പൂർത്തിയാക്കുന്ന സമയമാണ്. അതായത് ദൗത്യം പൂർത്തിയാക്കി ദൈവം പറഞ്ഞു അയച്ചു വഴി നടത്താനായിട്ടും. അതുകൊണ്ട് തിരിച്ചു പോരാൻ പറഞ്ഞു. ഇപ്പോൾ സമയമായി. നമുക്കൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്, തിരിച്ചു പോകണം, പോകാതിരിക്കാൻ പറ്റില്ല. ആ തിരിച്ചു പോക്കാണ് മരണമെന്ന് പറയുന്നത്. അതിൻ്റെ സമയമായി എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തെ പേടിക്കേണ്ടവരല്ല നമ്മൾ. സമയമായി. അതുകൊണ്ട് ശിഷ്യൻ വിട്ടുമാറാതെ നിന്നും വിശ്വസ്തയോടുകൂടി. അപ്പോൾ ഒരു വിപരീത ക്രമത്തിലാണ്, അതായത് ജനം പോയതിൻ്റെ വിപരീത ക്രമത്തിലാണ്. ജനം ഇവിടെ നിന്ന് പറയും ഗിൽഗാലിൽ ചെന്ന് അങ്ങനെ അങ്ങോട്ട് പോയി എന്ന് പറയും. ഇത് ഗിൽഗാൽ വേറെയാണ്. ബഥേലിന് 12 കിലോമീറ്റർ വടക്കുള്ള ഗിൽഗാലാണ്. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ക്രമത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു പരീക്ഷണമായിരുന്നു. ഇവിടെ നിൽക്കുക, നീ ഇവിടെ നിൽക്കുമെന്ന് അറിയാൻ പാടില്ലല്ലോ. ഞാൻ പോവുക, ഇവിടെ നിൽക്കില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ കൂടെ വരികയാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം തരത്തിലാണ് ഞാൻ പോകുന്നത് കാണുകയാണെങ്കിൽ നിനക്ക് തരാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി നിനക്ക്, ശിഷ്യത്വത്തിൻ്റെ മൂല പരിശീലനവും. അപ്പോൾ എടുക്കപ്പെട്ട അവസരത്തിൽ പറയുന്ന സംഗതി നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നിശബ്ദനായിരിക്കും. കാരണം വേറൊരു ലോകം നമ്മുടെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെയും. അനദർ വേൾഡ് ആൻഡ് വിച്ച് ഈസ് ഇൻസൈഡ് ദ വേൾഡ് ഓഫ് സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഒരു ലോകം ഈ ഭൗമിക ലോകത്തിന് അപ്പുറത്തേക്ക് ഒരെണ്ണമുണ്ട്. ഇവിടെ കാണുന്ന പച്ചപിടിച്ച വികാരങ്ങളുടെ ലോകമല്ല, ദൈവാത്മാവിൻ്റെ ലോകമുണ്ട്. അതാണ് നമ്മെ കൊണ്ടു നടക്കുന്നത്. അവിടെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ജീവിതം ആത്മാവിനടുത്ത ജീവിതമായിട്ട് മാറുമ്പോൾ ആ കൂടെ വരുന്നതാണ് ആത്മാവിനടുത്ത ചിന്തകളും സ്വഭാവങ്ങളും ജീവിത രീതികളും ഒക്കെ. അത് മങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയും. ആത്മാവിനടുത്ത ജീവിതം മങ്ങിപ്പോകുമ്പോൾ ഭൗതികത കടന്നു വരും, പിന്നെ ആഗ്രഹങ്ങൾ മാറും. ഒരിക്കലും ആഗ്രഹം തീരുകയില്ല, നമ്മളോട് രക്ഷപ്പെടുകയുമില്ല. അതുകൊണ്ട് ആത്മാവിനടുത്ത ജീവിതത്തിലേക്ക് വരണം. ആ ആത്മാവിന് ലോകത്തിൻ്റെ ഇരട്ടി പങ്ക് കിട്ടണം. ഇരട്ടി പങ്ക് എന്നോട് പറയുന്നത് അതായത് ആദ്യജാതൻ്റെ വരങ്ങളാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തനം 21:17 പറയുന്നു, അവൻ സമ്പത്തുകളുടെ 2 ഓഹരി വെറുക്കുന്നവളുടെ മകന് കൊടുക്കുക, ആദ്യജാതനായി അവനെ സ്വീകരിക്കുക. 2 പേര് നിങ്ങളുടെ ഉണ്ടെങ്കിൽ 2 പേര്, ഒരു ഭാര്യയെ സ്നേഹിക്കുകയും ഒരു ഭാര്യ വെറുക്കുകയും ചെയ്തെങ്കിൽ ആദ്യം ഉണ്ടായ ജാതൻ ആദ്യം വെറുക്കുന്ന പെണ്ണിനാണ് ഉണ്ടായെങ്കിൽ അവിടെ എടുത്തു പറയുക അവനെ തുഴയാൻ പറ്റിയില്ല. അവൻ ആദ്യജാതൻ്റെ 2 പങ്ക് കൊടുക്കുക. 2 പങ്കെന്ന് പറയുന്നത് അത് ആദ്യജാതൻ്റെ അവകാശത്തിൽപ്പെട്ട സംഗതി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ആദ്യ പങ്കെന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് 2 പങ്ക് കിട്ടണം എന്ന് പറയും. 2 പങ്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി കിട്ടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ദൗത്യം നിർവഹിക്കാനുള്ള ശക്തി ഏലിയ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ എലീശയ്ക്ക് കിട്ടണം ശക്തി. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ പറ്റില്ല. അതുകൊണ്ട് നീ കാണുകയാണെങ്കിൽ, നിനക്ക് ഏകാഗ്രതയോടുകൂടി കാണുകയാണെങ്കിൽ നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ധൈര്യപ്പെടുത്തുകയും ഒരു കാവ്യാത്മക ഭാഷ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ, കാവ്യാത്മക ഭാഷ. ഇപ്പോൾ ഈ ഭാഗത്ത് വായിച്ചു നോക്കുമ്പം ഇതൊക്കെ നടക്കുമോ, നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ട് പോവുക, അഗ്നിരഥം കാണുമോ, അഗ്നി അല്ല കുതിരകൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഇതൊക്കെ ആ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ, അന്നത്തെ രീതിയിൽ അത്ഭുതകരമായ യാഥാർത്ഥ്യത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന ഭാഷയെ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം ദൈവത്തിലേക്ക് എടുക്കപ്പെടും. പണ്ട് മറ്റൊരു ഭാഗത്ത് വേദപുസ്തകത്തിൽ പറഞ്ഞത് ഏനോക്ക് ദൈവത്തോടൊപ്പം ജീവിച്ചു, അവൻ എടുക്കപ്പെട്ടു എന്ന് പറയും. അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചാൽ, അവൻ എടുക്കപ്പെട്ടു. ഏനോക്ക് ദൈവത്തെ എടുക്കപ്പെട്ടു. ഇവനെ പലരെക്കുറിച്ചും പറയുന്നുണ്ട്. പലപ്പോഴും മരണത്തെ പറഞ്ഞ പിതാക്കന്മാർ ചേർന്നു പറയാം. മോശയെക്കുറിച്ച് എന്നാ പറയുന്നത്? മോശ മരിച്ചു, പക്ഷെ എന്നാ പറയാം, മോശകാരൻ സംസ്കരിക്കാൻ, അവൻ സംസ്കരിക്കപ്പെട്ടു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം സംസ്കരിച്ചു, ദൈവം തന്നെ അവൻ സംസ്കരിച്ചു. എൻ്റെ അർത്ഥം ഗ്രീക്ക് ഒറിജിനൊപ്പം ദൈവം തന്നെ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറൊരു ലോകമുണ്ട് നമുക്ക്, വിശ്വാസത്തിൻ്റെ ലോകം. അത് റിയലാണ്, ഭാവനയല്ല.
അത് റിയലാണ്. ആ ലോകത്തിലാണ് ഈശോ നിൽക്കുന്നത്. ഈശോ അരൂപിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഈശോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു മാനം വരികയാണ്. അപ്പോൾ ഈ കാണുന്ന ഭൗമികതയ്ക്ക് ഇത്രയേ ഉള്ളൂ അർത്ഥം എന്ന് മനസ്സിലാക്കുക. സോളമൻ അവസാനം പറഞ്ഞാൽ എല്ലാം മായ എന്ന് പറയുന്നില്ല, നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് ഇത്രയും വിലയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇവിടുത്തെ ഭൗമികതയ്ക്ക് ഇത്രയും വിലയുള്ളൂ. ഇവിടെ ദൗത്യം നിർവഹിച്ച് പോകണം, ദൈവം ഏൽപ്പിച്ച്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് തീ എന്ന് പറയും. അതുകൊണ്ടാണ് അഗ്നിയുടെ ചിറകിൽ എന്ന് പറയുന്നത്. അത് അഗ്നിയുടെ രഥത്തിലിട്ടെന്ന് പറയാം ദൈവ സാന്നിധ്യത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് മാത്രമല്ല അർത്ഥം. അവിടെ കാറ്റിൻ്റെ ചിറകിൽ, അപ്പോൾ ചിറകെന്ന് പറയാൻ കാറ്റിൻ്റെ ചിറകിൽ സങ്കീർത്തനം പറയുന്നില്ലേ? ഏതാ സങ്കീർത്തനം 18-19 കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു എന്ന് പറയുന്നുണ്ട്. കാറ്റിൻ്റെ ചിറകുകളിൽ സങ്കീർത്തനം പറയും ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവം തിരിച്ചു വിളിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. തൻ്റെ വാസസ്ഥലത്തിലേക്ക് സ്വീകരിക്കുക, അവിടുത്തെ ജീവനോടെ സ്വീകരിക്കുക. ഏലിയ വീണ്ടും ഒരു ചിന്ത പിന്നീട് ഉണ്ടായി. അപ്പോൾ ഏലിയ അയക്കപ്പെടുമെന്ന് അറിയാൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാളിന് തൊട്ട് മുമ്പ് നമ്മളെ അനുസ്മരിപ്പിക്കുമ്പം ഈ അഭൗമികമായ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക. ഈശോ മിശിഹ എടുക്കപ്പെട്ടു, പക്ഷേ അവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുമ്പോഴാണ് റോമാക്കാരുടെ 8-ാം അധ്യായത്തിൽ 11-11 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ഭാഗം നോക്കും. ഇച്ചിരി പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റോമാക്കാർ ലേഖനം എന്ന് പറയുന്നത് ഏറ്റവും ഡൊഗ്മാറ്റിക്കുള്ള ലേഖനമാണ്. നമുക്ക് പണ്ട് കേട്ടിട്ടുള്ളതാണല്ലോ. 5, 6, 7 അധ്യായങ്ങളിൽ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. പാപത്തിലുള്ള മോചനം, നിയമത്തിലുള്ള മോചനം, മരണത്തിലുള്ള മോചനം. ഇത് 3 കാര്യങ്ങൾ 5, 6, 7 അധ്യായങ്ങൾ പറയും. നമ്മുടെ മോചനത്തിൻ്റെ ട്രിപ്പിൾ ഡയമെൻഷൻസാണ്. അതങ്ങ് പറഞ്ഞു. ആ മോചിക്കപ്പെട്ട അവസ്ഥയിലുള്ള ജീവിതത്തിനാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം. അതാണ് 8-ാം അധ്യായം. നോക്കിയേ, റോമാക്കാർ ലേഖനം ക്രമീകരിച്ച് വെച്ചിരിക്കുക എത്ര ഭംഗിയായിട്ടാണ്. 1-4 അധ്യായങ്ങളിൽ കർത്താവിന് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്ന മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. 1-4 അധ്യായങ്ങൾ. 5, 6, 7 അധ്യായങ്ങൾ കർത്താവിന് റിഡംഷൻ എന്താണ്, രക്ഷ എന്താണ്, കൃത്യമായിട്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? അത് ഒരു മോചന പ്രക്രിയ. നിന്നെ ബന്ധിക്കുന്ന ഭൗതിക നിയമങ്ങളുടെ മോചനമാണ്. അതുപോലെ തന്നെ നിന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന പാപാവസ്ഥയുള്ള മോചനമാണ്. അതുപോലെ തന്നെ നിനക്ക് ഭയമല്ലേ, മരണഭയത്തിലുള്ള മോചനമാണ്. ഈ മോചനമാണ് രക്ഷയെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുക അത് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിത രീതി എന്താണ്? ആത്മാവിലുള്ള ജീവിതം. അതാണ് ഇപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ. 8-ാം അധ്യായത്തിൽ 1-8 ഈ അധ്യായത്തിലാണ് പറഞ്ഞു വരുന്നത് എന്തൊക്കെ സുന്ദര അവസാനം. ദൈവം നാം തിരഞ്ഞെടുത്തവർക്ക്, താൻ വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതിന് മുൻപാണ് ആത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭംഗിയായിട്ട് പറഞ്ഞു വയ്ക്കുക. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കാരണം എന്താ? അതിൻ്റെ വിധിയാളം കർത്താവ് തന്നെയാണ്. കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുക, പിന്നെ എങ്ങനെ ശിക്ഷിക്കുന്ന? ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി. ഞാൻ ആദ്യമേ പറയും, പാപത്തിൻ്റെയും മരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി എന്നുള്ള 5, 6, 7 അധ്യായങ്ങൾ പറയുന്നത് റോമാക്കാർ ലേഖനത്തിൽ നിന്ന്. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം തന്നെ ചെയ്തു. നിയമത്തിന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. 10 കൽപ്പനകളിലെ പ്രമാണങ്ങൾ നൽകിയിട്ടില്ലേ? പ്രമാണങ്ങളിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. വഴികാട്ടിയായി ആ നിയമത്തെ പൂർത്തീകരിക്കാൻ കർത്താവ് വന്നു. കർത്താവിന് കൃപ വന്നപ്പോൾ കൃപയുടെ മക്കളായി തീർന്നു. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പം കൃപയുടെ കാലഘട്ടം വന്നു കഴിഞ്ഞിരിക്കും. അവിടെ നിന്ന് പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിന്മേൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്നത് ഇതിന് നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശോ മിശിഹ എന്തിനാ ഇതെല്ലാം സഹിച്ചതെന്നാണ്? ആ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റിട്ട് നമുക്ക് ദൈവ കൃപ കിട്ടിയിട്ട് പരിശുദ്ധാത്മാവിലൂടെ ആ നിയമം എന്താ ആഗ്രഹിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവനായിട്ട് ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇത് സത്യമല്ലേ? അത് ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ഇപ്പം ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അവൻക്ക് സാധിക്കുകയുമില്ല. കണ്ടില്ലേ? രണ്ട് തമ്മിൽ വേർതിരിവുണ്ട്, ജഡവും ആത്മാവും. ഇപ്പം കണ്ടില്ലേ, 2 ലോകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആത്മാവിനടുത്ത് ജീവിതത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ആത്മാവിനടുത്ത് ജീവിക്കുന്നവന് പിന്നെ ശിക്ഷാവിധിയില്ല. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായ കാര്യങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ല എങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല. അതുകൊണ്ടാണ് കണ്ടില്ലേ പൗലോസ്ലീഹ ഒരിക്കലും വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മ ഉള്ളിലുള്ളവനെ ഈശോ ശപിക്കപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റില്ല. അതെപ്പോഴാണ് പറയുന്നത്?
ഇന്ന് വരാൻ പോകുന്ന ഭാവനയിൽ പീഡനത്തായിട്ട് മതപീഡനത്തായിട്ട് വലിച്ചു കെട്ടി കൊണ്ടുപോയി ഭയങ്കരമായ മുൾച്ചാട്ടയുടെ അടിയും കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ നീ യേശുവിനെ ശപിക്കുക, ഇപ്പം നിന്നെ വിട്ടയക്കുക എന്ന് പറയുമ്പോൾ ആത്മാവ് ഉള്ളിലുള്ളവന് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന്. ലിബിയൻ കടൽ തീർത്ത് വന്ന 21 പേരോട് ഇഫ് യു ക്യാൻ ഡിനൗൺസ് ജീസസ് യു വിൽ സെറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ നോ, പറ്റില്ല. ദൈവാത്മാവ് ഉള്ളിലുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മാവ് ഇല്ലാത്തവന് ഈശോ കർത്താവാകുമെന്നും പറയാൻ പറ്റില്ല എന്ന് പൗലോസിനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും അത് ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മധ്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്ത് ഉയർപ്പുണ്ടെന്ന് നമുക്ക് കർത്താവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മളെ ഉയർപ്പിക്കും. അതുകൊണ്ട് വളരെ മനോഹരമായ ഭാഗം ആത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുക, ആത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പുതിയ നിയമത്തിൽ മുൻകൂട്ടി തന്നെ പ്രവചിച്ചിരിക്കുന്നതാണ്. പ്രവാചകന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നേരെ തന്നെ പറഞ്ഞിരിക്കുന്നു. ജെറമിയ 34 വാക്യങ്ങളിൽ പറയുക, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉദരങ്ങളിൽ ഉള്ളിൽ നിക്ഷേപിക്കും, ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും. അതാണ് ആത്മാവിൽ പന്തക്കുസ്തായ സംഭവിച്ച പുതിയ സമൂഹം എന്ന് പറയും. ദൈവാത്മാവുള്ള സമൂഹമാണ് ഇപ്പോൾ പുതിയ ഉടമ്പടി രൂപീകൃതമാകുക. എസെക്കിയേൽ പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിക്കും എന്നാ പറയാം. എസെക്കിയേലിൻ്റെ ദൈവം പറയാം, നിങ്ങൾ നിവേശിക്കും, ഒരു പുതിയ ഹൃദയം തരും, അതൊരു പുതിയ ചൈതന്യമായിരിക്കും. ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും, മാംസഹൃദയം തരും. കൊറിന്തോസ്യർക്കുള്ള ഏഴാം അപ്പോസ്തലൻ തന്നെ പറയുന്നു, എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിന് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു പറഞ്ഞിരിക്കും. പൗലോസ് പറയുന്ന അപ്രകാരമാണ്. അതുകൊണ്ട് ജഡവും ആത്മാവിനുള്ള വ്യത്യാസം, നമ്മൾ മാമോദിസയുടെ സ്വീകരിച്ചത് ഈ ആത്മാവിനെയാണ്. പ്രാക്ടിക്കലാകുമല്ലോ, നമ്മൾ വചനം കേട്ടു, പക്ഷേ നമ്മുടെ പ്രായോഗികമായിട്ട് എന്താ, മാമോദിസ സ്വീകരിച്ചത് ഈ ആത്മാവിനെയാണ്. ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ടാണ് ചാമറപ്പിതാവ് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ മാമോദിസ സ്വീകരിച്ച എൻ്റെ വരപ്രസാദം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായതുകൊണ്ടാണ്. അൽഫോൻസാമി അത് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മൾ വിളിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദം ജീവനുള്ളവനായി തീർന്നെങ്കിൽ അവസാനത്തെ ആദം ജീവദാതാവായിട്ട് തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പം നിയമത്തിന് കീഴിലല്ല നമ്മൾ. കുരിശുമെന്ന വഴിയായി പാപപരിഹാര ബലിയുണ്ടായി നമ്മെ ഉയർപ്പിച്ചു. പിതാവ് പുത്രനെ ഉയർപ്പിച്ചുവെങ്കിൽ മരണം പരാജയപ്പെട്ടു. നമ്മളുടെ മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഉയർപ്പിക്കും. ഇതിൻ്റെ ജഡവും ആത്മാവും രണ്ട് ജീവിത ശൈലിയാണ്. ഒന്ന് മരണത്തിലേക്കും മറ്റത് ജീവനിലേക്കും നയിക്കുന്നു എന്ന് മനസ്സിലാകും. മിശിഹായുമായിട്ട് താതാത്മ്യപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതങ്ങനെയാണല്ലോ, കർത്താവ് സ്വാതന്ത്ര്യപ്പെടും. മിശിഹ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളും മരണശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ സമാപനത്തിലാണ് സുവിശേഷം എന്ന് കടന്നു വരുന്നത്. എന്ന് വിശ്വസിക്കുന്നവർ ഉയർപ്പിക്കപ്പെടുമെന്ന് യോഹന്നാൻ ശ്ലീഹ 5-ാം അധ്യായം 19-29 വാക്യങ്ങളിലൂടെ നമ്മളെ അവതരിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ വാക്കുകളാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് ഉയർത്തുപോലെ നമ്മളും ഉയർപ്പിക്കപ്പെടും. യേശു പറഞ്ഞു, സത്യസത്യമായി നിങ്ങൾ പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നത് എല്ലാം അപ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. പിതാവും പുത്രനും ഒന്നാണ്. ത്രിത്വത്തിൻ്റെ ദൈവശാസ്ത്രം അവിടെ കടന്നു വരിക. പിതാവ് അയച്ച പുത്രനാണിത്. പുത്രൻ പിതാവ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു, പിതാവിൻ്റെ അഭീഷ്ടം മാത്രം ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർ ജീവൻ പകരും. ഇപ്പം ജീവൻ്റെ ഉറവിടം പുത്രൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവൻ നൽകുവാൻ, അത് സമർത്ഥമായി നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. ജീവൻ നൽകുവാനും സമർത്ഥം നൽകാൻ വന്നിരിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏകത എന്ന് പറയുന്നത് ഒരു ദൈവം മൂന്നാളുകൾ. ആ പുത്രൻ മനുഷ്യാവതാരം ചെയ്തു. ആ പുത്രനും പിതാവ് ഒന്ന് തന്നെയാണ്. നമുക്കതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയാൻ സത്യസത്യമായി എന്നോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. മരിച്ചവരെ അനുസ്മരിക്കുമ്പോൾ സാധാരണ വായിക്കുന്ന ഭാഗമാണ് നിത്യജീവനുണ്ട്. അതുകൊണ്ട് ശിക്ഷാവധി അവൻ ഉണ്ടാവുകയില്ല. പ്രത്യേകം അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവ് വിശ്വസിക്കുവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കും. സത്യസത്യമായി എന്നോട് പറയുന്നു, മരിച്ചവർ
ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. മൃതസംസ്കാരങ്ങളെ കേൾക്കുന്ന സുവിശേഷമാണ്, അല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വരം ശ്രമിക്കുന്നവൻ ജീവിക്കാൻ. എന്തെന്നാൽ പിതാവ് തന്നെ ജീവനുള്ളതുപോലെ തന്നെ പുത്രനും തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികത്താവാൻ്റെ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ മൃതസംസ്കാര വേളയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദുഃഖം ഒരു പക്ഷേ തളം കെട്ടി നിൽപ്പുണ്ട്. ഒരാൾ കടന്നുപോയതിൻ്റെ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിൽ എന്താ ചിന്തിക്കേണ്ടത്? ഇതേ പ്രതിഭാസം നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ നേരിടേണ്ട ഒരു സംഗതിയാണെന്നേ. അവിടെയുള്ള കൃത്യമായ ബോധ്യം വിശ്വാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ഭൗമതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ദർശനം നമുക്ക് വേണം. അത് വിശ്വാസത്തിൻ്റെയാണ്. വിശ്വാസം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞ് നമുക്ക് മരണഭയം അങ്ങ് മാറും. തമ്പുരാൻ തന്നിരിക്കാൻ സമയം മിച്ചമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മ ചെയ്യാൻ നോക്കും. ഇനി വെറുതെ കളയാൻ സമയമില്ല. ഉള്ള സമയം നന്മ ചെയ്യണം. അതിനായിട്ട് വേറിട്ട ഒരു പരിപാടിയും പറ്റില്ല. അതുകൊണ്ട് നന്മയ്ക്കുള്ള വഴിയെ തന്നെ എത്രയോ മനുഷ്യരങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. വചനം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയ സമയം പോരെന്ന് പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യാനായിട്ട് ഇനിയും ഒരേ കാര്യം ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അതുപോലെ തന്നെ എന്തെന്നാൽ കല്ലറുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പും തിന്മ ശിക്ഷാവിധി ഉയർപ്പിനെ പുറത്ത് നമ്മൾ എന്നും കേൾക്കുന്ന ബാക്കി ഭാഗമാണ്. അതായത് മൃതസംസ്കാര വേളയിൽ പപ്പടി മരണമല്ല, തുടർച്ചയായിട്ട് മരണങ്ങൾ നടക്കുക. കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവിടെ ഇവിടെ എല്ലാം മരിക്കുന്നു. മരണത്തിൻ്റെ സംഖ്യ കണ്ടുപോകാൻ എല്ലാവരും പറയുന്നത് ഇത്രയധികം മരണങ്ങളുണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ നാം പറയുകയാണ്, എന്താ കർത്താവ് വിളിക്കുന്നു, അത് വിധിയുണ്ട്. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മകൾ വിധിയുടെ ഉയർപ്പിനായിട്ട് പുറത്തു വരുന്നു പറയുന്നതുകൊണ്ട് ഉയർപ്പിക്കപ്പെടുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് വഴികളുണ്ട്. അതായത് തമ്പുരാന് രണ്ട് കുറ്റം അവർ കണ്ടുപിടിച്ചു. എന്നതാണ് ഈശോയിൽ രണ്ട് കുറ്റം. ഒന്ന്, അവൻ ശാപത്തെ ലംഘിച്ചു. രണ്ടാമത് എന്താ, പിതാവെന്ന ദൈവത്തെ വിളിച്ചു. എൻ്റെ പിതാവെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിക്കാൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ കർത്താവ് വിളിക്കുന്നത് എൻ്റെ പിതാവേന്നാണ്. വ്യത്യാസമുണ്ട്. അവിടുന്ന് പുത്രനാണ്, നമ്മളെ ദത്തുപുത്രന്മാരാണ്, ഈശോയിലൂടെ പുത്രന്മാരാണ്. അപ്പോൾ ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുത്രനും പിതാവും നമ്മൾ തുല്യത എവിടെയുണ്ട്? ഇത് 10 പ്രാവശ്യം പുത്രൻ എന്ന് പറയുന്നതെങ്കിൽ പിതാവെന്നൊരു 70 പ്രാവശ്യം ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അത്ര കൃത്യമായിട്ട് പിതാവിനെ ആവിഷ്കരിക്കുകയാണ് ഈ ഭാഗത്തൂടെ. അപ്പോൾ തൻ്റെ പ്രവൃത്തികളിൽ പങ്കുചേരുക, പുത്രൻ പിതാവിൻ്റെ പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. യോഹന്നാൻ്റെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പാപം മരണം കൊണ്ടുവരുന്നു. പാപമണിയായിട്ട് മരണം എന്ന് പറയുമ്പോൾ ആത്മാവ് ചത്തുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വിശ്വാസം ഇല്ലായ്മയാണ് ആ യോഹന്നാൻ്റെ വീട്ടിൽ പാപം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുക, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഈശോയിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം. സാധാരണ വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് റെസ്പോൺസ് ടു റെവലേഷൻ എന്നാണ് പറയും. ദൈവിക വെളിപാടിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ, പ്രായോഗികമായിട്ട് പറയുന്നത് ദൈവസ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. അത് അനുഭവിച്ചിട്ട് പറയണം, അനുഭവിച്ചിട്ട് പ്രത്യുത്തരം നൽകണം. അല്ലാതെ ഒരു ഭാവനയിലൂടെ എന്തോ ആശയങ്ങൾ പ്രത്യുത്തരമല്ല. ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, ജനിച്ചപ്പം തൊട്ട് ഈ ഘട്ടം വരെയും എന്നെ കൈകളിൽ കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാ അപകടങ്ങളും വീണടുത്ത് കാത്തു സൂക്ഷിച്ച്, പാവത്തിൽ വീണടുത്ത് വീണ്ടും കാത്തു സൂക്ഷിച്ച്, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചെടുത്ത് ഓരോ അവസരത്തിലും വേണ്ടതൊക്കെ നൽകി, ഭൗതികമായത് നൽകി, ആത്മീയമായത് നൽകി, നിൻ്റെ വഴിയിലൂടെ തമ്പുരാൻ ഇപ്പോഴും വഴി തെളിച്ചു കൊണ്ടുപോയി പാദങ്ങൾക്ക് വിളക്കായിട്ട് കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിന് പരിധിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയും. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പൗലോസ് അങ്ങനെയാണ് പറഞ്ഞത്. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിലും ഞാൻ അവിടുത്തെ വേണ്ടി ജീവിക്കും. ഈശോ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ ഈശോ ഇത് പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ മക്കളെ, കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുമോ? ദ ലോർഡ് ഹാസ് ഡൈഡ് ഫോർ യു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. സ്നേഹമാണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഇത് പറച്ച് കങ്ങ് കയറിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പിന്നെ നഷ്ടപ്പെടും, ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഒരു ചിന്ത കുടുംബത്തിലുണ്ടെങ്കിൽ നഷ്ടപ്പെടില്ല. മക്കളെ വളർത്തുമ്പോൾ എന്താ വേണ്ടി? ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈ മരിച്ച ഈശോ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റുണ്ട്, നമ്മുടെ കൂടെ അരൂപിയിൽ സന്നിധി ചെയ്യുന്നു. ഈശോയുടെ ആദ്യ കുർബാന വഴിയായിട്ട് ഒരുക്കുമ്പോഴൊക്കെ ഇത് പഠിപ്പിക്കേണ്ടതല്ലേ? കൃത്യം പഠിപ്പിക്കേണ്ടേ? ഇത് വെറും ഒരു ചടങ്ങല്ല. ആദ്യ കുർബാന അവസരം സംഭവിക്കുന്നത് കർത്താവ് സന്നിഹിതനാവുകയാണ് അവിടെ. അവർ കൂതാശമുണ്ട്. ബെനഡിക്ട് പതിനാറാം മാപ്പാപ്പാട് ഒരു ദിവസം ചോദിച്ചു, ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഏതാ നിമിഷം? ജേർണലിൻ്റെ പ്രതീക്ഷിച്ച മെത്രാനായ ദിനം, അല്ലെങ്കിൽ അച്ഛനായ ദിനം, അല്ലെങ്കിൽ പാപ്പായ ദിനം, ഇതൊന്നുമല്ല. ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച ദിനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിനമെന്ന്. നോക്കണേ, ഈശോയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എത്ര മനസ്സുമായ, എത്ര ഭംഗിയായ രീതിയിലാണ്
ദൈവശാസ്ത്രം വിശകലനം ചെയ്ത് പോട്ടെ, നമ്മളതിലേക്ക് വരിക. സ്നേഹത്തിൻ്റെ പ്രത്യുത്തരം. അപ്പോൾ രക്ഷിച്ചവൻ നമുക്ക് ജീവൻ നൽകുകയാണ്. അപ്പം ജീവൻ നൽകുന്ന കർത്താവാണ്. അവിടുന്ന് വിധിയാളൻ കൂടിയാണ്. വിധി ഏൽപ്പിച്ചിരിക്കുന്ന പുത്രനെ കർത്താവ് എന്ന് പറയുമ്പോൾ വിധിയാളനതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവം തോമാസിനെ വിളിച്ചത് വിധിയാളനാണ്. ആ വിധിയാളൻ ജീവൻ നൽകുന്നയാളാണ്. ഇപ്പം ജീവൻ്റെ മരണത്തിന് ഇടയിൽ. അതുകൊണ്ട് വിധി ക്രീസസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ വിധിയിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് വേർതിരിക്കണം. അത് വേർതിരിവാം. നന്മയും തമ്മിൽ വേർതിരിക്കും. കർത്താവ് അത്രയും പ്രാധാന്യം പറഞ്ഞു, ഇടത്ത് വയസ്സുള്ളവരെ വേർതിരിക്കും, വലത്തുള്ളവരെ വേർതിരിക്കും എന്ന് പറയും. അതുകൊണ്ട് മുഴുവൻ ആ വേർതിരിവാണ്. നന്മയും തിന്മയും വേർതിരിവാം. ആ വേർതിരിവിലുള്ള കറക്റ്റായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് ശിക്ഷയുണ്ട്, ഇല്ലെന്നാലും വിചാരിക്കേണ്ട. അതുകൊണ്ട് വേറൊരു നന്മ ജീവൻ്റെ ഉയർപ്പിനായിട്ട് പുറത്തു വരും. അപ്പോൾ അത് ദൈവത്തെ പിതാവിനെ ആദരിക്കാത്തവൻ പുത്രനെ ആദരിക്കില്ല. തുല്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗം സമാപിക്കുകയാണ്. അതായത് കർത്താവിന് സ്വർഗ്ഗാരോഹണ തിരുനാൾ വ്യാഴാഴ്ച കടന്നു വരുന്നു. അത് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ആ ദിനം ലിറ്ററിക്കലായിട്ട് പ്രധാനപ്പെട്ടതാണ്. ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു. അതുവരെയും ഈ ഉയർപ്പിന് ശേഷം കർത്താവ് ഈ ഭൂമിയുടെ നടന്ന ശിഷ്യന്മാരെ വിശ്വാസം ഉറപ്പിച്ചു. അതിനുശേഷം കൊണ്ടുപോയി കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു. പിന്നെ നമ്മൾക്കറിയുന്ന പെട്ടെന്ന് നമ്മൾ ഈ അടുത്ത ഘട്ടത്തിലേക്ക് നടന്ന് നീങ്ങാം ഉയർപ്പ് കഴിഞ്ഞാൽ ഉടനെ. അപ്പോൾ അതുകൊണ്ട് ഉയർപ്പാലും കഴിഞ്ഞ് നമ്മൾ നേരെ പ്രതിയിട്ട് സ്ത്രീയന്മാർ കാലഘട്ടത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ സമാപിപ്പിക്കുന്നു. കർത്താവ് ഈശോമിശിയുടെ കൃപയും പിതാവായ സ്നേഹവും വിശ്രാമ സൗഹാർദ്ദം നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.